ആസ്ഥാനമായുള്ള കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പൂർണ്ണ ചുമതല കമാൻഡന്റ് ജനറലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കമാൻഡന്റ് ജനറലിനെ സാങ്കേതിക കാര്യങ്ങൾ സഹായിക്കുന്നതിന് ഡയറക്ടർ ടെക്നിക്കലും ഭരണകാര്യങ്ങൾ സഹായിക്കുന്നതിന് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷനുമുണ്ട്. ഭരണപരമായ സൗകര്യത്തിനായി ഈ വകുപ്പിനെ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നിവ ആസ്ഥാനമായി 5 ഡിവിഷനുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ഡിവിഷന്റെ ചുമതല ഓരോ ഡിവിഷണൽ ഓഫീസർമാർക്കാണ്. ഒരു ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളുടെയും ചുമതല വഹിക്കുന്നത് അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർമാരാണ്. ഓരോ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെയും ചുമതല സ്റ്റേഷൻ ഓഫീസർമാർക്കാണ്. സ്റ്റേഷൻ ഓഫീസർ സഹായിക്കുന്നതിനായി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറുമുണ്ട്. കഴിഞ്ഞുപോയ നിരവധി വർഷങ്ങളിലൂടെ മരണം മാടി വിളിക്കുന്ന നിരവധി ദുരന്തമുഖങ്ങളിൽ രക്ഷയുടെ ദൈവദൂതന്മാരായി സ്വന്തം ജീവൻ പോലും ബലി കൊടുത്തുകൊണ്ട് അനവധി മനുഷ്യജീവനുകളെ രക്ഷിക്കുവാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ധീരരായ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർമ്മഭൂമിയിൽ രക്തസാക്ഷിത്വം വഹിച്ച് അഗ്നിശമന രക്ഷാസേനയുടെ യശസ്സുയർത്തി ആകാശത്ത് നക്ഷത്രങ്ങളായി പ്രകാശം ചൊരിയുന്ന മുൻഗാമികളുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ സേവനത്തിന്റെ രാജവീഥികളിലൂടെ ഏറെ ദൂരം ശിരസ്സുയർത്തി പിടിച്ച് മുന്നേറുവാൻ അഗ്നിശമന രക്ഷാസേനയ്ക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. 2001 തിരുവനന്തപുരം അമ്പൂരിമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, 2001 ജൂൺ 22-ാം തീയതി കോഴിക്കോട് കടലുണ്ടിയിലുണ്ടായ തീവണ്ടി അപകടം, 2002 മെയ് 11-ന് വടകരയിൽ ആളുകൾ കിണറ്റിൽപ്പെട്ട ദുരന്തം, 2007 തട്ടേക്കാട്ട് ബോട്ട് അപകടം, 2007 കോഴിക്കോട് മിഠായി തെരുവ് അഗ്നിബാധ, 2008 പന്നിയാർ പെരിസ്റ്റോക്ക് ദുരന്തം, 2009 തേക്കടി ബോട്ട് അപകടം, 2009 ഡിസംബർ 31 കരുനാഗപ്പള്ളി ഗ്യാസ് ടാങ്കർ ദുരന്തം, 2010 ജനുവരിയിൽ ശബരിമല പുൽമേട് ദുരന്തം, 2011 തിരുവനന്തപുരം തമ്പാനൂരിലെ കെട്ടിട ദുരന്തം, 2012 കണ്ണൂർ ചാല ഗ്യാസ് ടാങ്കർ ദുരന്തം, ആനക്കാമ്പുകയിൽ ഉരുൾപൊട്ടൽ, 2012 ഓഗസ്റ്റ് മാസം എറണാകുളം ജില്ലയിലെ കടവൂർ ഉരുൾപൊട്ടൽ എന്നിങ്ങനെ നിരവധി അനവധി മരണം വിറങ്ങലിച്ചിരുന്ന ദുരന്തമുഖങ്ങളിൽ കാരുണ്യത്തിന്റെ കരസ്പർശവുമായി നിരവധി മനുഷ്യജീവനുകളെ സ്വന്തം ജീവൻ പോലും ബലി നൽകി ജീവിതത്തിന്റെ പുതുതീരങ്ങളെ കൈപിടിച്ചുയർത്തുവാനും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കേരള അഗ്നിശമന വകുപ്പ് 1962 വരെ കേരള പോലീസിന്റെ ഭാഗമായിരുന്നു. 22/1/1963 നടപ്പാക്കിയ കേരള ഫയർഫോഴ്സ് ആക്ട് പ്രകാരം കേരള പോലീസിൽ നിന്നും വേർപെട്ട് കേരള ഫയർഫോഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനാ വിഭാഗം ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. അഗ്നിശമന പ്രവർത്തനങ്ങൾ കൂടാതെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ പ്രവർത്തന പ്രാധാന്യം കണക്കിലെടുത്ത് 2002 ഈ സേനാ വിഭാഗത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കമാൻഡന്റ് ജനറൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ കെ ചന്ദ്രശേഖരൻ IPS അവர்கள் ഡൈസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. ദുരന്തങ്ങളിൽ വിറങ്ങലിച്ചിരിക്കുന്ന സമൂഹ മനസാക്ഷിക്ക് സഹായഹസ്തവുമായി ഓടിയെത്തുന്ന കേരള അഗ്നിശമന രക്ഷാവകുപ്പിനെ ഇന്ന് ആധുനികവൽക്കരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് വകുപ്പ് മേധാവി കമാൻഡന്റ് ജനറൽ കെ ചന്ദ്രശേഖരൻ IPS അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അവരുടെ നേതൃത്വത്തിലാണ്. കോരിച്ചൊരിയുന്ന മഴയെയും ചുട്ടുകൊള്ളുന്ന വെയിലിനെയും അവഗണിച്ച് രാപ്പകലിനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് അശ്രാന്തം പരിശ്രമിക്കുന്ന കേരള അഗ്നിശമന രക്ഷാവകുപ്പിനെ നയിക്കുന്നത് കരുത്തുറ്റ ഒരു നേതൃത്വമാണ്. ആധുനികവൽക്കരണത്തിന്റെയും വ്യാവസായികവൽക്കരണത്തിന്റെയും പാതയിലൂടെ
അതിവേഗം മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്തിൽ ആശങ്കജനകമായിട്ടും ദുരന്തങ്ങൾ മാറി മാറി വരുന്നു. പുതിയ സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതമായി എത്തുന്ന വിവിധ ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് അഗ്നിശമന രക്ഷാസേനാംഗങ്ങൾക്ക് വിദഗ്ധ പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ നിലവിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ തസ്തിക വരെയുള്ളവർക്ക് മാത്രമാണ് പരിശീലനം നൽകി വരുന്നത്. എന്നാൽ കേരള സർക്കാരിന്റെ ഈ വകുപ്പിന്റെയും താല്പര്യവും ഉത്സാഹവും മുൻനിർത്തി ഈ അക്കാദമിയെ നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ അംഗീകാരത്തോടെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നാണ് അധികൃതരുടെ പ്രത്യാശ. 1944 ഏപ്രിൽ 14 മുംബൈ വിക്ടോറിയ തുറമുഖത്ത് ചരക്കുമായി വന്ന SS ഫോർട്ട് സ്റ്റിക്കൈ എന്ന ബ്രിട്ടീഷ് കപ്പലിന് തീപിടിച്ചതിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ അഗ്നിശമന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന മുംബൈ ഫയർ ബ്രിഗേഡിലെ 66 ഫയർമാൻമാർ ജീവൻ ബലി നൽകിയതിന്റെ സ്മരണയ്ക്കായി അവരുടെ ധീരതയെ ഓർക്കുന്നതിനും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനുമായി ഭാരതത്തിലുടനീളം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെയും കേരള അഗ്നിശമന രക്ഷാ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഏപ്രിൽ 14 അഗ്നിശമന രക്ഷാസേനാ ദിനമായി ആചരിച്ചു വരുന്നു. റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറിന്റെ കീഴിൽ അഗ്നിശമന സേന ആരംഭിച്ചതായി 1629 ഇതേ കാലഘട്ടത്തിൽ ജപ്പാനിൽ ഹേക്കേഷി എന്നറിയപ്പെട്ടിരുന്ന ഫയർ സർവീസസ് ഉണ്ടായിരുന്നതായി നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ 1804 ഫ്രാൻസിൽ സെർപ്പിയേഴ്സ് ടോംബേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ഫയർ സർവീസസ് ഉണ്ടായിരുന്നതായും ഫ്ലിയർവേർ എന്നറിയപ്പെട്ടിരുന്ന ഫയർ ബ്രിഗേഡ് 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്നതായും 13 ലക്ഷം പേരുണ്ടായിരുന്ന വലിയൊരു ഫയർ സർവീസ് വിഭാഗം അമേരിക്കയിൽ ഉണ്ടായിരുന്നതായും ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാവുന്നതാണ്. ഇന്ത്യയിൽ 1887 ബോംബെ ഫയർ ബ്രിഗേഡ് നിലവിൽ വരികയും പിന്നീട് കൽക്കട്ടയിൽ 1888 മദ്രാസ് സിറ്റിയിൽ 1908 ഫയർ ബ്രിഗേഡുകൾ ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ഫയർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചത് 1914 മദ്രാസിലാണ്. 1942 മദ്രാസ് ഫയർ സർവീസസും 1950 വെസ്റ്റ് ബംഗാൾ ഫയർ സർവീസസും നിലവിൽ വന്നു. 1947 UK-യിലാണ് ആദ്യത്തെ ഫയർ സർവീസസ് ആക്ട് ഉണ്ടായത്. അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പരാമർശിക്കുന്നു. 1986 ഇന്ത്യയിൽ ഈ പേര് പ്രാവർത്തികമാക്കിയത്. സംസ്ഥാനത്ത് ഇന്നാകെ 102 ഫയർ റെസ്ക്യൂ സ്റ്റേഷനുകളാണ് നിലവിലുള്ളത്. കൂടുതൽ സ്ഥലങ്ങളിൽ പൂർണ്ണസജ്ജമായ സ്റ്റേഷനുകൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലേക്ക് പരിശീലനം സിദ്ധിച്ച 3964 ജീവനക്കാരാണ് ഇന്ന് ഈ സേനയിൽ നിലവിലുള്ളത്. നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വിശിഷ്ട വ്യക്തിത്വം ബഹുമാനപ്പെട്ട സംസ്ഥാന ആഭ്യന്തര മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതാനും നിമിഷത്തിനകം ഡയസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതും തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിക്കുന്നതുമാണ്.
വളർന്നുകൊണ്ടേയിരിക്കുന്നു. പുലരിയിൽ വീണ മഞ്ഞത്തുള്ളികളിൽ പ്രപഞ്ചം സൃഷ്ടിച്ച സൂര്യൻ, സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ, നീലാകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇവർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ സ്പന്ദനമായി മാറുന്നു. ഹിമാലയത്തിലെ മഞ്ഞത്തുള്ളികൾ മുതൽ കന്യാകുമാരിയിലെ കടൽ തിരമാലകൾ വർണ്ണിക്കുന്ന കഴിഞ്ഞുപോയ ഒരു തലമുറ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീരദേശാഭിമാനികൾ മാറോട് ചേർത്ത് കൊള്ളുന്ന ഭാരതീയ ദേശസ്നേഹത്തിന്റെ പ്രതീകമായ അശോക ചക്രാകൃത ത്രിവർണ പതാകയെ സാക്ഷിയാക്കി വർഗവർണ്ണ ജാതിമത കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളും മൗലിക രാശികളും മാനിച്ചുകൊണ്ട് ത്യാഗമനോഭാവത്തോടെ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദേശീയ പതാക മൈതാനത്തേക്ക് പ്രവേശിക്കുന്നത് വന്ദേ മാതരം എന്ന ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദര സൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. തുടർന്ന് ഇവർക്കുള്ള സത്യപ്രതിജ്ഞാവാചകം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി അസിസ്റ്റന്റ് ഡിവിഷൻ ഓഫീസർ ശ്രീ MG രാജേഷ് അവർ ചൊല്ലിക്കൊടുക്കുന്നതുമാണ്. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന അഗ്നിശമന രക്ഷാസേനയിലെ ഒരംഗമെന്ന നിലയിൽ നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും പക്ഷഭേദം സ്വജനപ്രീതി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും ഉപയോഗിച്ച് നിർവഹിച്ചു കൊള്ളുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു.
ഇപ്പോൾ പരേഡ് ക്വിക്ക് മാർച്ചിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്. ക്വിക്ക് മാർച്ച് ഖതംഗതം ബഡായേജ, വിജയ് ഭാരത്, മഹാകവി ഇക്ബാലിന്റെ സാരേ ജഹാം സേച്ച എന്നീ ഈണങ്ങൾക്കൊപ്പമാണ്.